2025 PSC ബുള്ളറ്റിൻ ജൂൺ മാസത്തിലെ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. UPSCയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റത് അജയ് കുമാറാണ് UPSCയുടെ ചെയർമാൻ. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആരാണ്? OM ശാലീന. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ ആരാണ്? 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ. കാസർഗോഡ് സ്വദേശിയാണ്. ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130 സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. 2025 മാനവ വികസന സൂചിക ഇന്ത്യക്ക് 130 സ്ഥാനം, 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാകും ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനം ഫിൻലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഫിൻലാൻഡ്. മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനമാണുള്ളത്. 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ഒന്നുകൂടി നോക്കാം. UPSCയുടെ ചെയർമാൻ ആരാണ്? അജയ് കുമാർ. കേരള ഹൈക്കോടതിയുടെ സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് OM ശാലീന. സൂര്യനാരായണൻ ആരാണ്? 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ. സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ്ങിനെയാണ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാകും ഇത് പ്രവർത്തിക്കുക. റൊമാനിയൻ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നിക്കുസോർ ഡാൻ. റൊമാനിയൻ പ്രസിഡന്റാണ് നിക്കുസോർ ഡാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ബലൂചിസ്ഥാനാണ്. റൊമാനിയൻ പ്രസിഡന്റ് ആരാണ്? നിക്കുസോർ ഡാൻ റൊമാനിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായി. അരുണാബ ഘോഷ് ആരാണ്? UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആരാണ്? അരുണാബ ഘോഷ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദിയാണ് കൊട്ടാരക്കര. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് മധ്യപ്രദേശിലെ ഇൻഡോറാണ്. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. മുഖരാഗം എന്താണ്? പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൻ ഫോർ ട്രീ ഹരിത നഗരം. അപ്പോൾ UPSCയുടെ ചെയർമാൻ അജയ് കുമാറാണ്. കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രി. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. റൊമാനിയയുടെ പ്രസിഡന്റ് ആരാണ്? നിക്കുസോർ ഡാൻ. പാകിസ്ഥാനിൽ സ്ഥാനം പ്രഖ്യാപിച്ചത് ബലൂചിസ്ഥാനാണ്. അരുണാബ ഘോഷ് ആരാണ്? UN കാലാവസ്ഥാ സമ്മേളനത്തിലെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായ വ്യക്തിയാണ്. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര. മധ്യപ്രദേശിലെ ഇൻഡോറിനെ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന
ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിൻ്റെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. അപ്പോൾ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? കന്നഡ സാഹിത്യകാരിയായ ബാനു മുഷ്താഖിനാണ്. ഇവരുടെ 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖ്, 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിന്. ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക്. ONV സാഹിത്യ പുരസ്കാരം ആർക്കാണ്? 2025 ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഭാവർമ്മയ്ക്കാണ് ONV പുരസ്കാരം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖ്, കന്നഡ സാഹിത്യകാരിയാണ്. കൃതി ഏതാണ്? ഹാർട്ട് ലാമ്പ്. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. ONV പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖ്. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം. ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി വൈഷ്ണവ സാഹിത്യ പുരസ്കാരം. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. 2025 മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സുഭാഷ് ചന്ദ്രന്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖ്. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മ. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപ്പാറ രവിക്ക്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ചാരുപ്പാറ രവി. പ്രഥമ ഹെർമൻ കുണ്ടഡ് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. പ്രഥമ ഹെർമൻ കുണ്ടഡ് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനാണ്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപ്പാറ രവിക്കും. പ്രഥമ ഹെർമൻ കുണ്ടഡ് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനുമാണ്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശ മേനോൻ. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് സാഹിത്യ നിരൂപകൻ ആശ മേനോനാണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചത് കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖ്. 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം പ്രഭ വർമ്മയ്ക്ക്. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപ്പാറ രവി. പ്രഥമ ഹെർമൻ കുണ്ടഡ് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശ മേനോൻ. അടുത്ത നമ്മൾ സ്പോർട്സ് ആണ് നോക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭമാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനാരാണ്? ശുഭമാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനാണ് ശുഭമാൻ ഗില്ല്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളീനയ്ക്ക്. ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. എന്നാൽ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളീനയ്ക്കാണ്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത് ജാസ്മിൻ പൗളിനി. ആരെയാണ് പരാജയപ്പെടുത്തിയത്? അമേരിക്കയുടെ കൊക്കോ ഗാഫിനെ. അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. ഇറ്റാലിയൻ
ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചതാർക്കാണ്? സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ്. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടമാണ്. അത് വനിതകളാണെങ്കിൽ ലഭിച്ചതാർക്കാണ്? ജാസ്മിൻ പോളിനേക്കാണ്. ജാസ്മിൻ പോളിനെ ആരാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. അടുത്തത് പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. പ്രമുഖ ജാവലിൻ താരമാണ് നീരജ് ചോപ്ര. അദ്ദേഹത്തിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. അപ്പോൾ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായ നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്കാണ്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനൽ പെനാൽറ്റി ഷൂട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് ലഭിച്ചു. ആരാണ് കീഴടക്കിയത്? ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദി ആയത് അരുണാചൽ പ്രദേശ്. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. ആർ പ്രജ്ഞാനന്ദയാണ് സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ചൈനയിലെ ഹാങ്ഷുവിലാണ്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനാണ് ശുഭമാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചത് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത് ഇറ്റലിയുടെ യാനിക് സിന്നറിനെ. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിന പോളിനിക്ക് പരാജയപ്പെടുത്തിയത് ആരെയാണ്? അമേരിക്കയുടെ കൊക്കോ ഗാഫിനെ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്കാണ്. പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെ 4-3 എന്നതിനാണ്. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു. എന്താണ് ഭാർഗവാസ്ത്ര? ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. അപ്പോൾ ഭാർഗവാസ്ത്ര എന്താണ്? ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്രം. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടർന്നു. 51ാം വയസ്സിൽ 19ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലണ്ടുകാരനാണ് കെൻഡൻ കോൾ. ചോൻസിൻ ആക്മയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത
ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നതാരാണ്? ഷെർപ്പയായ കാമി റീത്തയാണ്. എന്നാൽ 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത വ്യക്തിയാണ് ആര്? കെൻഡൻ കോൾ. ചോൻസിൽ ആഗ്മയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. കാഴ്ച പരിമിതിയുള്ള ഇന്ത്യൻ വനിതയാണ് ആര്? ചോൻസിൽ ആഗ്മോ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ്. അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നർലിക്കർ അന്തരിച്ചു. അപ്പോൾ ഡോക്ടർ ജയന്തു വിഷ്ണു നർലിക്കർ ഏതു മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ജയന്ത് വിഷ്ണു നർലിക്കർ. രാജ്യത്തെ പ്രമുഖ ആണവശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ MR ശ്രീനിവാസൻ അന്തരിച്ചു. ആധുനിക ഉറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹൊസെ മുഹിഗ അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന A. നജ്മുദ്ദീൻ അന്തരിച്ചു. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിൻ്റെ അംഗമായിരുന്നു നജ്മുദ്ദീൻ. ഇദ്ദേഹം അന്തരിച്ചു. നമുക്ക് ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം. UPSC ചെയർമാൻ അജയ് കുമാർ, കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ OM ശാലീന, സൂര്യനാരായണൻ 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ ബാലനാണ്. കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രി. 2025 മാനവ വികസന സൂചിക ഇന്ത്യക്ക് 130-ാം സ്ഥാനം, 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക ഇന്ത്യ 151-ാമത്, 1-ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. റൊമാനിയൻ പ്രസിഡന്റ് ആരാണ്? നിഗൂസോർ ഡാൻ. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ബലൂചിസ്ഥാനാണ്. അരുണാബ ഘോഷാണ് UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായത്. കൊട്ടാരക്കരയാണ് 6ാമത് വനിതാ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദി. യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ഇൻഡോർ. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രമാണ് മുഖരാഗം. നഗരസഭാ പ്രദേശങ്ങളിൽ തണ്ണീർ മരങ്ങളും വനവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൻ ഫോർ ട്രീ ഹരിത നഗരം. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ കന്നഡ സാഹിത്യകാരിയാണ് ബാനു മുഷ്താഖ്. കവിതാ ചെറുകഥയുടെ 12 ചെറുകഥകളുടെ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ONV സാഹിത്യ പുരസ്കാരം പ്രഭ വർമ്മയ്ക്ക്. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക്. മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപ്പാറ രവിക്ക്. പ്രഥമ ഹെർമൻ ഗുണ്ടഡ് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശ മേനോൻ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31-ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത. 31-ാം തവണയും കീഴടക്കിയ വ്യക്തിയാണ് നേപ്പാളി ഷെർപ്പയ കാമി റീത്ത. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നതാരാണ്? കാമി റീത്ത. നേപ്പാളി ഷെർപ്പയാണ് കാമി റീത്ത. 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളാണ് കെൻഡൻ കോൾ. അപ്പോൾ ഷെർപ്പ വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തി ആരാണ്? കാമി റീത്ത. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെ ഇപ്പോഴും തുടരുന്ന ആരാണ്? കാമി റീത്ത 31-ാം തവണ. എന്നാൽ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത വ്യക്തിയാണ് കെൻഡൻ കോൾ. അദ്ദേഹമാണ് 51-ാം വയസ്സിൽ 19-ാം തവണയും എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കോൾ. കെൻഡൻ കോൾ ഇംഗ്ലണ്ടുകാരനാണ്. നേപ്പാളിയാണ് ഷെർപ്പ കാമി റീത്ത. ചോൻസിൻ ആങ്പോ ആരാണ്? എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുടെ ആദ്യ ഇന്ത്യൻ വനിതയാണ്. ആര്? ചോൻസിൻ ആങ്പോ. ജയന്ത് വിഷ്ണു നർലിക്കർ അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ്. പ്രമുഖ ആണവശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ R. ശ്രീനിവാസൻ. ആധുനിക ഉറുഗ്വേയുടെ ശില്പി എന്നറിയപ്പെടുന്നത്
ഹൊസൈ മുഹിക. ആദ്യ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്നു ആര്? എൻ നജീമുദ്ദീൻ. ഈയിടെ അന്തരിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ. എന്നാൽ വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിന പരാജയപ്പെടുത്തിയത് ആരെയാണ്? അമേരിക്കയുടെ കൊക്കോ ഗോഫിനെ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്കാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ് ഷൂവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ജിമ്മി കോണസ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്.